وبركاته. الحمد لله الحمد لله الذي بعث نبيه رحمة للعالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا حبيبنا يا رسول الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم أولا أدلكم على شيء إذا فعلتموه تحاببتم أفشوا السلام بينكم. صدق رسوله النبي المصطفى الأمين وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. صلى الله على النبي وسلم
دابا كما بدا الرشاد وعلما أعداد كل مكونات كلما حج اللطيق وزمزما وحكيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من نذير العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുഗ്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക പൊള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ ചിന്തക ആക്ഷമിപ്പിൻ ക്ഷമാശീലനാണെത്രയും ശക്തനെന്നോദിയ വേദപാരംഗത കഷ്ടനനാഥനായി ജാതനായെങ്കിലും ശിഷ്യർക്ക് നാഥനായി വർത്തിച്ച സാത്വിക അങ്ങേ ചൂഴുമൊരായിരം ഓർമ്മകൾ അങ്ങേ ചൂഴുമൊരായിരം ഓർമ്മകൾ അങ്ങേ ചൂഴുമൊരായിരം ഓർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ കൈകോർത്തുമേകുന്നു മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും സ്നേഹ ബഹുമാനാദോന്നറത് ആദരണീയനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ ഈ മഹലിന്റെ പ്രസിഡന്റ് KK കുഞ്ഞുമോൻ സാഹിബ് സ്വാഗത പ്രഭാഷണം നിർവഹിച്ച സ്വാഗത സംഘം കൺവീനർ ബഹുമാന്യനായ KK ഷഫീഖ് അനുഗ്രഹീതമായ ഈ പ്രവാചക പ്രകീർത്തന സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനനായ അൽ-ഉസ്താദ് ശൈഖുന MV ഇസ്മായിൽ മുസ്ലിയാർ, സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ MB അബൂബക്കർ സാഹിബ്, HOSFന്റെ പ്രസിഡന്റ് NU അബ്ദുൽ ബാസിദ്, ബഹുമാനനായ മഹല്ല് ചീഫ് ഇമാം തൻഷീർ അഹമ്മദ് അഹ്സനി, വിശിഷ്ടമായി സദസ്സിനെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അതിവരിഷ്ഠവും അതിവൈശിഷ്ട്യവും അതിശ്രേഷ്ഠവുമാക്കിയ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, പ്രവാചക സ്നേഹികളെ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്, അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അധരമൊഴികളെ അനുധാവനം ചെയ്ത അനുചരവൃന്ദങ്ങളിലും
തിരുക്കുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്ലാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, ഈ പരിപാവനമായ നന്മയുടെ തീരത്തേക്ക് കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും ആഭരണങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി പോർക്കളം മഹല്ല് കമ്മിറ്റിയുടെയും HAOSF-ന്റെയും സംയുക്തമായ സംഘാടനത്തിൽ നടത്തപ്പെടുന്ന മജ്ലിസുൽ മദീന എന്ന അനുഗ്രഹീതമായ സദസ്സിലാണ് നാം നിലനിൽക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥ കൊണ്ട് നിശ്ചയിച്ചതിൽ നിന്നും ഒരല്പം വൈകി നമ്മുടെ ഈ സദസ്സ് തുടങ്ങുന്നു എങ്കിലും വളരെ സമയബന്ധിതമായി കടികാര നിർബന്ധതയോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ആമുഖത്തിന്റെ ആവർത്തന വിരസതയിലോട്ട് കടന്നു പോവാതെ ആഗ്രഹിച്ച വിഷയത്തെ അങ്ങനെ തന്നെ പറയുവാനും പ്രവാചക പ്രകീർത്തനത്തിന്റെ പ്രണയ തീരങ്ങളിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന മഹനീയമായൊരു മജ്ലിസ്. ഏതായാലും ആമുഖമായി പറയാനുള്ള ഒന്ന്, എന്നെ ഡയസിലിരിക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ കാണുമ്പോൾ സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും പ്രഭാഷകരെയും മാതൃകീയങ്ങളെയും ഒരുമിച്ച് കൂട്ടി നടത്തപ്പെടുന്ന ഈ സദസ്സ് ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ സംഘാടകർ ഇതിനു വേണ്ടി ഒരുക്കുന്ന ഒരുക്കങ്ങളിലും ഞാൻ അവരുമായി ഈ ചെറിയ യാത്രയിൽ അവരുടെ അനുഭവങ്ങളെ പങ്കിടുമ്പോൾ ഇതിനോട് കാണിക്കുന്ന അതിതീവ്രമായ ആഗ്രഹവും അതോടൊപ്പം തന്നെ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും സാമ്പത്തികമായി പ്രയാസങ്ങളേറെയുണ്ട്, എന്നാലും ആ പ്രയാസം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബിന്റെ പേരിലാണല്ലോ എന്ന് അവർ തന്നെ ആശ്വാസം കണ്ടെത്തി സ്വയം ഒരു പരിഹാരം പറയുമ്പോൾ ഇതിന്റെ സംഘാടകരായ പുതുതലമുറയിൽ പ്രതീക്ഷിക്കാൻ ഏറെ വകയുണ്ട് എന്ന് ഞാൻ ഇതിന്റെ ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു അവരുടെ ഹബീബായ നബി തങ്ങളോടുള്ള ഇഷ്കിനെയും മഹബ്ബത്തിനെയും അതിനെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ അനുകൂലമായ സാഹചര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ വളരെ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയുമോ മനുഷ്യന്മാരെ? അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ സംഘാടനം കൊണ്ടും സാന്നിധ്യം കൊണ്ടും വളരെയേറെ മികച്ച ഒരു സദസ്സാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ഒരു ആഗ്രഹവും ആവേശവും ഒക്കെ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ഉണ്ടാകണം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉറങ്ങാമീൻ പറയും. ഞാൻ തൃശ്ശൂർ വന്ന് ഇറങ്ങുമ്പോഴേ തിമിർത്തു പെയ്യുന്ന മഴയാണ്. ആ മഴയത്തും പ്രവാചക അനുരാഗികളുടെ വലിയൊരു സദസ്സുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ സ്വാഭാവികമായിട്ടും ഞാനും ഒരാഴ്ചയായി നല്ല കലശലായ പനിയും കഫക്കെട്ടും ചുമയുമൊക്കെ ആയിട്ട് വിശ്രമത്തിലായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹംദാൻ ഫൗണ്ടേഷന്റെ കോൺവെക്കേഷൻ സെറിമണിയും പ്രശസ്തമായ ഹംദാൻ ഹോളി ഖുർആൻ അവാർഡിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 5 മാസമായി ഞാൻ പ്രസംഗത്തിൽ നിന്ന് തന്നെ ഒഴിവായി നിൽക്കുകയാണ്. 3-ാം തീയതിന്റെ സമാപനത്തിന് ശേഷം
കുറച്ചു നാൾ വിശ്രമിക്കണമെന്ന ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണം വരുന്നത്. ആ വിശ്രമം പിന്നെ രോഗത്തിലായി. അത് കഴിഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ സദസ്സ് കൂടിയാണ്. പരമാവധി നല്ല കഫക്കെട്ട് ചുമയിക്കേണ്ട, എന്നാലും പരമാവധി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പ്രഭാഷണം നടത്താൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നുപോയ കാലങ്ങളിൽ കാട്ടാളന്മാരുടെ കരാളഹസ്തം കൊണ്ട് ഞെരിഞ്ഞമർന്നുപോയ, പ്രതീക്ഷയ്ക്ക് യാതൊരുവിധ വകയുമില്ലാത്ത, ഒരു മനുഷ്യനെ കാണാൻ പോലും, യഥാർത്ഥ മനുഷ്യനെ കാണാൻ പോലും അപൂർവമായി മാത്രം കാണുന്ന, ചരിത്രത്തിന്റെ ഇന്നലകളിൽ ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്താൻ മടിച്ചു വെച്ചിരുന്ന ഒരു കാലമെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു കാലം. കാരണം ആ കാലത്തിന്റെ അശ്ലീലങ്ങളെയും അനാശാസ്യങ്ങളെയും ആസുരതകളെയും എഴുതിയാൽ വരാനിരിക്കുന്ന ഒരു കാലം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഹോമോസോപ്പിയൻ ജീവിയെ വേറൊരു നിർവചനം കൊണ്ട് സ്വീകരിക്കുമോ എന്ന് പോലും ചരിത്രകാരന്മാർ ഭയപ്പെട്ടിട്ട് അവരുടെ വാക്കുകളെല്ലാം ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ച ദ ഡാർക്ക് ഏജ്, വെളിച്ചമില്ലാത്ത ഒരു കാലം എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വാക്കിൽ ആ കാലത്തിന്റെ എല്ലാ ഇരുട്ടുകളെയും രേഖപ്പെടുത്തി വെച്ചിരുന്ന ഒരു കാലത്ത്, അതേവരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത ഒരു കാലത്ത്, അതേവരെ ചരിത്രം കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളുമായി ഒരു അത്ഭുത ബാലൻ പിറവിയെടുക്കുക. ആ ജനനത്തോടുകൂടെ മുഴുവനും തന്നെ ലോകത്ത് ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു അപൂർവമായ ജനനം. ആ ജനനം ലോകത്ത് മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട ജനനമായി. ആ കാലം എത്രമേൽ ആഭാസകരമെന്ന് ചർച്ച ചെയ്യപ്പെട്ടുവോ, അതേപോലെ തന്നെ ആ കാലത്തിലേക്ക്, ഇരുട്ടിന്റെ കാലത്തിലേക്ക് ഉദിച്ചു വന്ന ഒരു വെളിച്ചത്തെ അതിനേക്കാൾ അത്ഭുതകരമായി കാലം ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ കാലത്തിന്റെ ചർച്ച കാലാന്തരങ്ങളും കടന്നു. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു. ആ ഹബീബ് ഉലിദ എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ ചരിത്രത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ആ അത്ഭുതകരമായ ജനനം പിന്നീട് ആ കാലത്തിന്റെ വെളിച്ചത്തിന്റെ പ്രതീകമായി, ആ ഇരുട്ടിന്റെ, ആ തമസിന്റെ മാറ്റാൻ കഴിയുന്ന ദീപസ്തംഭമായി അവരുടെ ഇടയിലൂടെ ജനിച്ചു വന്ന് അവസാന 4 പതിറ്റാണ്ട് കഴിയുമ്പോൾ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ പർവ്വത നിരകളുടെ താഴെ ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒരു 4 പതിറ്റാണ്ട് ജീവിച്ചിരുന്ന അത്ഭുതകരമായ ജനനത്തിന്റെ ആദ്യത്തിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകത്വ നിയോഗത്തിന്റെ പ്രഘോഷണം നടത്തപ്പെടുമ്പോ അബൂ ഖുബൈസ് പർവ്വത നിരകളുടെ മുകളിൽ കടന്നു വന്ന് പാരാവാരം പോലെ കരന്നു കിടക്കുന്ന മക്കയിലെ പരശരം പരാക്രമികളോട് ഏകനായ അല്ലാഹുവിന്റെ തൗഹീദിന്റെ മന്ത്രത്തെ പറഞ്ഞുകൊണ്ട് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ലോകത്ത് ആരാധ്യനല്ലാതെ പടച്ചറപ്പല്ലാതെ മറ്റൊരാളില്ലെന്ന ദിവ്യ പ്രബോധനത്തിന് തിരുനാളം കൊടുത്തി. ആ ഒരൊറ്റ തൗഹീദി പ്രബോധനത്തിലൂടെ റിസാലത്തിന്റെ ദൗത്യം പൂർത്തിയാക്കപ്പെടുമ്പോ 23 വർഷക്കാലം കൊണ്ട് ആ കാലത്തിന്റെ മുഴുവൻ ഇരുട്ടുകളും മാറുക. ആ കാലത്തേക്ക് വെളിച്ചം ഉദിച്ചു വയറുക. പിന്നീട് ആ കാലത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് കാലാന്തരങ്ങളോളം നീണ്ടു നിൽക്കുന്ന വഴിവിളക്കുകൾ രൂപാന്തരപ്പെടുക. കൊലപാതകത്തെ കലയായി കണ്ടവർ ആർദ്രതയെ ജീവിതത്തിന് ആഘോഷമാക്കി മാറ്റുന്ന 23 വർഷക്കാലത്തെ പരിവർത്തനത്തിന്റെ ചരിത്രത്തിന്റെ പടപ്പുറപ്പാട് നടത്തി അവസാനം ഇതിനെല്ലാം നിയോഗിക്കപ്പെട്ട ഒരു മഹാനിയോഗമുണ്ടായിരുന്നു. ആ നിയോഗത്തിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പ്രവാചകത്വത്തിന്റെ The path isn't always easy. For me, it's just about getting 1% better every day. The road to the top isn't always obvious. The play next year is Europe. But this is where
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ എന്റെ സഹോദരങ്ങളോട് ആമുഖം പറയുകയല്ല, ആ പ്രവാചക പ്രണയത്തിന്റെ പ്രഫുല്ലമായ പ്രദീപ്തമായ പുൽനാമ്പുകൾക്ക് പോലും തീപിടിക്കുന്ന അനുരാഗത്തിന്റെ അലമാലകൾ നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മജ്ലിസുൽ മദീനയിൽ ഉണ്ടാവും. കേരളത്തിന്റെ അനുഗ്രഹീതമായ പ്രണയ ഗായകർ ഹബീബായ നബി തങ്ങളെ വർണ്ണിച്ചും വാഴ്ത്തിയും പുകഴ്ത്തിയും ഈ പോർക്കളത്തിന്റെ മണ്ണുകൾ നാളെ തരളിതമാകും. ഇവിടെ ഹബീബിന്റെ സ്വലാത്തുകൾ കൊണ്ട് മുഖരിതമാകും. അതിന് ഭാഗ്യം ലഭിച്ച നിങ്ങൾ ഈ പ്രവാചക അനുരാഗ കാലത്തിന്റെ പ്രണയിനികളാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 23 വർഷക്കാലം 63 വർഷത്തെ ആയുസിന്റെ ഉള്ളിൽ 40 വർഷം മക്കയിൽ ജീവിച്ച് 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വത്തിന് നിയോഗം കിട്ടി. 23 വർഷക്കാലം കോടാനുകോടിയോളം വരുന്ന ലോക ജനതയ്ക്ക് വഴികാട്ടിയായി ആയിരക്കണക്കിന് മഹാരഥന്മാരായ ശിഷ്യഗണങ്ങളെയും ലോകത്തൊരാൾക്കും ഈ ലോകത്ത് ജീവിച്ച് കാണിക്കാൻ യാത്ര മാർഗങ്ങളും സമ്മാനിച്ച് 63ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് ആ ചരിത്രത്തിന്റെ നിയോഗ പുരുഷന് പറയുവാൻ എത്രമേൽ വാക്കുകളാണ് ബാക്കിയുണ്ടാവുക. തന്റെ 23 വർഷക്കാലത്തെ പ്രവാചക നിയോഗത്തിന് സംഭവിച്ചു പോയ നേട്ടങ്ങൾ നമ്മളൊരു ഭരണസമിതി ഈ ലോകത്ത് നിന്ന് ഒരു ഏതെങ്കിലും ഒരു മന്ത്രിസഭ 5 വർഷക്കാലത്തേക്ക് അധികാരത്തിൽ വന്നാൽ 5ാമത്തെ വർഷം അവർ അധികാരത്തിൽ നിന്ന് ഒഴിയുന്ന നേരത്ത് കേരളത്തിന്റെ എല്ലാ പത്രമാധ്യമങ്ങളിലും കാണാൻ കഴിയുന്നതെന്താ? ആ 5 വർഷക്കാലം ആ മന്ത്രിസഭ നടത്താക്കിയ തീരുമാനങ്ങൾ, അവർ നടപ്പാക്കിയ പുരോഗമന പ്രവർത്തനങ്ങൾ, അവർ പരിഷ്കരിച്ച റോഡുകൾ, ആശുപത്രികൾ, വികസനങ്ങൾ എന്നു വേണ്ട ആ 5 വർഷക്കാലം അവര് ചെയ്ത എല്ലാ വികസനങ്ങളും പരിഷ്കാര പദ്ധതികളും ലോകത്തോട് അവരുടെ നേട്ടമായി വിളിച്ചു പറയുമെന്നിരിക്കെ വേണ്ട, നമ്മുടെ മഹല്ലിൽ ഒരു ജമാഅത്ത് കമ്മിറ്റി പരിപാലന സമിതി അധികാരത്തിൽ വന്നാൽ അവര് അടുത്ത പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്നുണ്ടോ, ഈ കഴിഞ്ഞ കാലത്തിൽ നമ്മൾ ചെയ്തു പോയ മഹല്ലിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, പുരോഗമനങ്ങൾ, ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരമൊഴിയുന്ന നേരത്ത് അവര് കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് മേനിനടിക്കലാണ് സ്വാഭാവികമായ നമ്മുടെ പതിവന്നിരിക്കെ. 23 വർഷക്കാലം നാം നടത്തിപ്പോയ പദ്ധതികളല്ല. ഹജ്ജത്തുൽ വിദാഇന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ ആ ചരിത്ര നായകൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുൻഭാഗത്ത് തടിച്ചുകൂടിയ 10,000-കണക്കിന് അനുയായികളോട് പറയുന്നതേതെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമാക്കിയതല്ല, പേർഷ്യ പിടിച്ചടക്കിയതല്ല, ഇസ്രായേലിന്റെ അധികാരം തകർത്തതല്ല, മക്കയും മദീനയും കാൽച്ചുവട്ടിലായതല്ല, യമനിലേക്കും മിസ്രിലേക്കും യമാമയിലേക്കും ഈജിപ്തിലേക്കും ഖാദിസിയിലേക്കും നഹാവന്തിലേക്കും ആ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടുവിട്ട് യൂഫ്രട്ടീസിന്റെ വൻകര വരെ വ്യാപിച്ചു കിടക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വലിപ്പത്തെ കുറിച്ചല്ല, താൻ ഈ ലോകത്ത് ചെയ്ത വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനത്തെ കുറിച്ചല്ല, അവസാനം വിട പറയുന്ന നേരത്തുള്ള മഹാപ്രഖ്യാപനമേതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഇന്ന ദിമാഅക്കും അംവാലക്കും അറാലക്കും ഹറാം കഹുറുമത്തി യൗമിക്കും ഹാദാ കഹുറുമത്തി യൗമി ഹാദാ കഹുറുമത്തി യൗമി ഹാദാ വഫീ ശഹരി ഹാദാ. നവജാഹരീയത്തിന്റെ കുന്നിൻ പുറത്ത് നിന്ന് മദീന താഴ്വരയിലേക്ക് ലോകം മുഴുവനും ആ പൊൻചകപ്പൂത്തേനിതളതരങ്ങളിൽ നിന്ന് നിർഗളിച്ച അവിടുത്തെ നാവിലേക്ക് നോക്കി നിൽക്കുന്ന കാലത്ത് അവസാനം തന്റെ സഹാബത്തിനെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് ഹബീബായ നബി തങ്ങളുടെ പ്രഖ്യാപനമുണ്ട്. അത് ലോകചരിത്രത്തിന്റെ പ്രഖ്യാപനമാണ്. പ്രണയത്തെ നാം വായിച്ചെടുക്കേണ്ടത് അവിടെയാണ്. സമകാലീന സമസ്യകൾക്ക് പുണ്യ റസൂലിന്റെ പൂരണത്തെ നാം അന്വേഷിച്ചു പോകുമ്പോ ഓടിക്കൂടി അനുയായികളോട് പറയുന്നത്
ഇന്ന ദിമാകും അംവാലകും വഅറാലകും ജനങ്ങളെ, നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരാളുടെ രക്തം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അന്യന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അന്യന്റെ രക്തം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അന്യന്റെ സമ്പത്ത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. പരസ്പരം ഒരു മനുഷ്യന്റെ അഭിമാനം എന്നത് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ നിൽക്കുന്ന ദിവസം പരിശുദ്ധമായതുപോലെ, നിങ്ങൾ ഈ നിൽക്കുന്ന മക്കാ താഴ്വര പരിശുദ്ധമായതുപോലെ, നിങ്ങൾ ഈ നിൽക്കുന്ന ദുൽഹജ്ജ് എന്ന മാസത്തിന്റെ പവിത്രത പോലെ, നിങ്ങൾ നിൽക്കുന്ന ഈ മൺഭൂമിയുടെ പവിത്രത പോലെ എന്നെ അഭിമാനം പവിത്രമാണ്. അവന്റെ വ്യക്തിത്വം പവിത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിടവാങ്ങൽ പ്രസംഗം ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടല്ല. മാനവകുലത്തിന് സൗഹാർദ്ദം നിലനിൽക്കാൻ, ഒരു മനുഷ്യനായി ഈ ലോകത്ത് ജീവിച്ചു തീർക്കാൻ അതിനാവശ്യമായ കാര്യങ്ങളുടെ പ്രോജ്വല പ്രഖ്യാപനം നടക്കുകയാണ്. ഒന്നിച്ച് നടന്നവർ, ഒന്നിച്ച് കിടന്നുറങ്ങിയവർ, ഒന്നിച്ച് യാത്ര ചെയ്തവർ, ഒന്നിച്ച് കാറിലിരുന്നവർ, വർഷങ്ങളോളം ഒരേ ദിശയിൽ സഞ്ചരിച്ചവർ ഇന്ന് പരസ്പരം ചെളിവാരി എറിയുന്ന കാലത്ത്, ഒന്നിച്ച് കിടന്നവന്റെ ദൗർബല്യങ്ങളെ പിണങ്ങി മാറി നിൽക്കുമ്പോൾ വിളിച്ചു പറയുന്ന കാലത്ത്, അഭിമാനങ്ങൾ പിച്ച് ചിന്തപ്പെടുന്ന ഒരു കാലത്ത് ഹബീബായ നബി തങ്ങളുടെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗമാണ്. ഇന്ന ദിമാഅകും വഅംവാലകും വഅറാലകും ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിമാനമാണ്. നിങ്ങൾക്ക് വൈരാഗ്യമുള്ളത് കൊണ്ട് അയൽപക്കക്കാരനെ കുറിച്ച് അപവാദം പറയരുതേ. നിങ്ങൾക്ക് പറ്റാത്തവരെ നിങ്ങൾ പിച്ച് ചീന്തരുതേ. ആ പിച്ച് ചീന്തപ്പെട്ട അഭിമാനം പിന്നീട് തിരിച്ചു വരികയില്ല. അയൽപക്കക്കാരോട്, ബന്ധുക്കളോട്, കച്ചവടക്കാരോട്, കൂട്ടുകച്ചവടക്കാരനോട് ഒരാളുടെ വ്യക്തിത്വത്തിന് പോറലേൽക്കുന്ന അപവാദങ്ങൾ നിങ്ങൾ പറയരുതേ. ഹബീബായ നബി തങ്ങളുടെ ആ പ്രസംഗം തന്നെ ചരിത്രത്തിന്റെ പ്രസംഗമാണ്. അടുത്തത് പറയുന്നത് ഏതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ചൂഷണത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായ പലിശ ഇതാ നിങ്ങൾക്ക് ഹറാമാക്കപ്പെടുകയാണ്. ഈ പലിശ നിശബ്ദമാണ്, ഇത് ചൂഷണമാണ്. പാവപ്പെട്ടവന്റെ നിസ്സഹായതയെ ചൂഷണം ചെയ്യപ്പെടുന്ന പലിശ വ്യവസ്ഥിതി നിങ്ങൾക്ക് ഞാനിതാ നിശബ്ദമാക്കിയിരിക്കുന്നു. ഞാനിത് പ്രസംഗിക്കുക മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ നിന്ന് തിരുത്തല് തുടങ്ങി. എന്റെ പിതൃവ്യനായ അബ്ബാസിന്റെ കുടുംബത്തിന്റെ എല്ലാ പലിശ ഇടപാടുകളും ഇതോടെ ഞാൻ റദ്ദാക്കിയിരിക്കുന്നു. ഇനി മൂലധനം മാത്രമേ തിരിച്ചു കൊടുക്കാവൂ. പാവപ്പെട്ടവൻ കടം വാങ്ങിക്കുമ്പോൾ അധികമായി വാങ്ങിക്കുന്നത് ചൂഷണം ചെയ്യുന്നത് അവന്റെ നിസ്സഹായതയാണ്. അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ ശുദ്ധീകരണം തുടങ്ങുകയാണ്. അബ്ബാസിന്റെ എല്ലാ പലിശ ഇടപാടുകളെ റദ്ദാക്കുന്നു. തീർന്നില്ല സഹോദര, ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. നിങ്ങളുടെ സഹധർമ്മിണിയോട് സഹിഷ്ണുതയോടെ സഹവസിക്കണേ. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന അശ്ലീലതകളുടെ, ആവാസത്തിന്റെ, ആസുരതയുടെ എല്ലാ വാതിലുകളെയും ഹബീബായ നബി തങ്ങൾ സ്പർശിക്കുകയാണ്. ഒരു സ്ത്രീയുടെ അഭിമാനത്തെ പിച്ച് ചിന്തരുതേ. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. അപലകളായ, ചപലകളായ, ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന പാവപ്പെട്ട സ്ത്രീകളോട് നിങ്ങൾ സദുദ്ദേശത്തോടെ പെരുമാറണേ. വളഞ്ഞ വാരിയലിൽ നിന്നാണ് അവളെ സൃഷ്ടിക്കപ്പെട്ടത്. അവളുടെ അപലതയെ, അവളുടെ ചപലതയെ, അവളുടെ നിസ്സഹായാവസ്ഥയെ, അവളുടെ നിരാർദ്രത, അവരുടെ ആർദ്രതകളെ, അവരുടെ
പ്രകടനപരമായ പ്രകൃതിപരമായ നൈർമല്യതയെ നിങ്ങൾ ചൂഷണം ചെയ്യരുതേ. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. കേരളത്തിന്റെ അട്ടദിക്കുകളിൽ, ഇന്ത്യ രാജ്യത്തിന് മുകളിൽ അലയടിക്കപ്പെടട്ടെ എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീ ആദരിക്കപ്പെടുന്നുവോ അവിടെയാണ് ദേവതകൾ വസിക്കുന്നതെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ മണ്ണിലൂടെ കാര്യമേക്കാൻ പോകുമ്പോൾ ഉടയാട വലിച്ചെറിയപ്പെട്ട് മാനഭംഗം ചെയ്ത പെങ്ങളെ, ഒറ്റയ്ക്ക് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോ ചിതറിത്തെറിച്ചു പോയ വളപ്പൊട്ടുകളെ, രാത്രിയിൽ നടന്നു പോകുമ്പോ ചട്ടപ്പുരയുടെ കുളിമുറിയുടെ ഒറ്റവാതിൽ തകർത്ത് മാനം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട പെങ്ങളെ, നിങ്ങളോടാണ് ഞങ്ങൾ പറയുന്നത്. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ ഒരു കൊച്ചുമോളെ ആരോ മാനഭംഗം ചെയ്ത് അടുക്കള വീടിന്റെ ജനാലയിൽ കെട്ടിത്തൂക്കിയത്രേ. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതി പ്രതിയെ വെറുതെ വിട്ടു തെളിവിന്റെ അഭാവത്തിൽ. പക്ഷേ സഹോദരാ, ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ ഒരു കൊച്ചുമോള് ചിതറിത്തെറിച്ച വളപ്പൊട്ടുകൾ, മാഞ്ഞുപോയ അവളുടെ നെറ്റിയിലെ പൊട്ടുകൾ, ചിതറിത്തെറിച്ച അവളുടെ കുഞ്ഞു വസ്ത്രങ്ങൾ, കണ്ണീര് പോലെ പൊട്ടിത്തകർന്നു പോയ പൊന്നുമോളുടെ ജീവിതം അവള് മാനഭംഗം ചെയ്തിട്ടുണ്ട്. കോടതി വരാന്തയിൽ പ്രതിയെ വെറുതെ വിട്ടു എന്ന വാർത്ത വിധി വന്നപ്പോ ഒരമ്മ നെഞ്ചു കലങ്ങി ചോദിക്കുന്നുണ്ട്, എന്റെ മകള് മാനഭംഗം ചെയ്യപ്പെട്ടു, അവള് ജനാലക്കമ്പില് അവൾ തൂക്കിക്കൊല്ലപ്പെട്ടു. ഈ കോടതി പറയുന്നതിന് പ്രതിയില്ലെന്ന്, ഉത്തരവാദിയില്ലെന്ന്. പക്ഷേ എന്റെ മകളെ കൊന്നതാരെന്ന്, മാനഭംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട പെണ്ണിന്റെ കൊലപാതകി ആരെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു കാലത്തിന്റെ മുമ്പിലാണ് സ്ത്രീകളോട് നിങ്ങൾ മനോഹാരിതയോടെ പെരുമാറണേ. ഹബീബായ നബി തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗമാണ്. ഒരു സാമൂഹ്യ ജീർണതകൾക്കും അധപതനങ്ങളുടെ അധമഭാവ തലങ്ങളിലോട്ട് കടന്നു പോകുന്ന സകലമാന ജീർണതകൾക്കും എതിരെ ഒരു മുന്നറിയിപ്പ് നൽകി. ഹജ്ജത്തുൽ വിദായിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് അനുയായികളോട് ഒരു കാലത്തിന്റെ വർത്തമാനങ്ങളിൽ എങ്ങനെയാണ് വ്യവസ്ഥിതിയോട് ചേർന്നതെന്ന് നിങ്ങൾ പെരുമാറേണ്ടതെന്ന്, ഈ സമൂഹത്തിലൊരു മുസ്ലിമാരായിരിക്കണമെന്ന്, ആ ഹബീബിന്റെ പ്രബോധനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനൊന്നും അവൻ എന്നിൽപ്പെട്ടവനല്ല, അവന് മുസ്ലിം എന്ന പേരേയുള്ളൂ. നാളെ പരലോകത്ത് അവൻ എന്റെ കൈവിരലിലൊന്ന് തൊടുക പോലുമില്ലെന്ന് ആദർശത്തിന്റെ അതിർവരമ്പുകളെ ചേർത്ത് പിറിച്ചു പറഞ്ഞു കൊടുത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, പ്രവാചക പ്രണയമെന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തെ പ്രകമ്പനം ചെയ്യുന്ന അധ്യാപനങ്ങളാവണം. അല്ലാഹുവിന്റെ റസൂൽ വിടവാങ്ങൽ പ്രസംഗം നടത്തുകയാണ്. ഒരു വലിയ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണ നേട്ടങ്ങൾ എണ്ണി പറയലല്ല, ആ 23 വർഷത്തെ മാനുവൽ ഇറക്കലല്ല, വരാനിരിക്കുന്ന ഒരു ജീവിതത്തെ ഒരു മുസ്ലിം ആരാവണമെന്ന് ഹബീബായ നബി തങ്ങൾ വരച്ചു കേട്ട് സാമൂഹിക ജീർണതകൾക്കെതിരെ നമ്മൾ വെറുതെ പറയലല്ല. ആ ഹബീബിന് ഈ സമകാലിക ലോകത്തിന്റെ ഈ പ്രതിസന്ധികളുടെ ഇടയിൽ ആ പ്രവചനങ്ങൾക്ക് എന്ത് പ്രസക്തി എന്ന് നാം തിരിച്ചറിയാം. അതിലൂടെ നാം നടന്നു പോകണം. ഹബീബ് നമ്മുടെ ജീവിതത്തെ തൊടണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും തുടരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, ഉറക്കെ പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പ്രവാചക ജീവിതം ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റെപ്പുണ്ട്. അതെന്താന്നറിയുമ്പോ യഥാർത്ഥത്തിൽ അള്ളാന്റെ റസൂല് നമ്മുടെ ഹൃദയത്തിൽ വിരുന്നു വരും.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിലേക്ക് വിരുന്നു വരും. ഓരോ ചുവട് വെക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഉണ്ടാവും. കദം 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 സുന്നത്തെ റസൂൽ पर चलो मिलेंगी जन्नत की रिजर्वेशन. कदम 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 सुन्नते रसूल पर चलो मिलेंगी जन्नत की रिजर्वेशन. ഓരോ കാൽപാദവും എടുത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ച സുന്നത്ത് അനുസരിച്ച് നടക്ക്. മിലേംഗി ജന്നത്ത് की റിസർവേഷൻ. മരിച്ചിട്ട് ചെല്ലുമ്പോ സ്വർഗ്ഗത്തിൽ ഒരു റിസർവേഷൻ ഉറപ്പാണ്. മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ്. പക്ഷേ ഓരോ കാലടിയും ഹബീബായ നബി തങ്ങളുടെ സുന്നത്ത് അനുസരിച്ചായിരിക്കണം. എന്താണ് ഹബീബിന്റെ സുന്നത്ത്? എന്താണ് ഹബീബിന്റെ സുന്നത്ത്? ആ സുന്നത്തിലൂടെ നമ്മൾ നടക്കണം. ഇതിലാ ദലീല അല തരീഖിലൽ ഇല്ലാ മുതബഅത്തുർ റസൂൽ المكملا في حاله وفعاله ومقاله لا تتركن وتابعا لا تدلا. അല്ലാഹു നമ്മളെ ആ സുന്നത്തിലൂടെ നടത്തട്ടെ. അതിന് തുടക്കമായി ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഈ നോട്ടീസ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലെ മാദിഹീങ്ങളുടെ ഒരു വലിയ നിര തന്നെ നാളെ നിങ്ങൾക്കൊരു വിരുന്നുണ്ട്. എല്ലാവരും സാദിഖ് അലി ഫാദിലി തങ്ങളുണ്ട്, അമാനി ഉസ്താദുണ്ട്, സുഹൈൽ ഫൈസി ഉണ്ട്, എല്ലാവരും ഉണ്ട്. സാദിഖ് അലി ഫാദിലിയുടെ ബുറുദ വല്ലാത്ത ബുറുദയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മളൊരു ഇഴുകി ചേരുന്ന ബുറുദയാണ്. ശബ്ദകോലാഹലങ്ങളില്ല, ഉത്താനവധാനങ്ങളില്ല. ഇവിടെ പാങ് ഇബ്രാഹിം ഹാജിയുടെ വീട്ടില് ഒരു ദിവസം ഞാനും സാദിഖ് അലി ഫാദിലിയും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളൊരു 3-4 പേര് വളരെ സ്വകാര്യമായ ബുറുദ അവിടെ നടന്നു. ഇബ്രാഹിം ഹാജിയും ഭാര്യ അങ്ങനെയാണ്, അതിനോട് വലിയ താല്പര്യമുള്ളവർ. അപ്പൊ ആ ബുറുദയിൽ ഞാനത് പങ്കെടുത്തു. യഥാർത്ഥത്തിൽ അത്രയും ആസ്വദിച്ച് കണ്ണ് നിറഞ്ഞ് ഞാൻ ബുറുദ ചൊല്ലിയിട്ടില്ല, കേട്ടിട്ടില്ല. ഒരു വിജനതയിൽ, ഏകാന്തതയിൽ, വലിയ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാതെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ ഹാറ്റ് ചെയ്യുന്ന ബുറുദയാണ് ഫാദിലി. അല്ലാഹു ശബ്ദത്തെ നിലനിർത്തി കൊടുക്കട്ടെ. ഒന്ന് ആമീൻ പറയും മനുഷ്യന്മാരെ. നമ്മളെ കൊണ്ടോ പറ്റൂല. അത് പറ്റണ ഒരാൾക്ക് അത് നിലനിൽക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ദുആ ചെയ്യേണ്ട. അല്ലാഹു സ്വീകരിക്കും. അപ്പൊ നാളെ അതൊക്കെ അരങ്ങേറുന്ന വളരെ മനോഹരമായൊരു ദിവസമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എല്ലാ വർഷവും നടത്തും. എല്ലാ വർഷവും നടത്തണം. ഈ നാടിന് ഇതൊരു അനുഗ്രഹമാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. എന്നോട് മുജീബ് പറഞ്ഞ പൊന്നുസ്താദ് ഇതെങ്ങനെയൊന്ന് നടത്തി തീർന്നാൽ മതിയെന്ന്. ഏതാണ്ട് 10 ലക്ഷത്തിലധികം രൂപ ഇതിന്റെ ചെലവുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്കുമായി വന്ന യുവാക്കളെ നമ്മൾ നിരാശരാക്കരുത്. ഇത്രയും നല്ല ഒരു സദസ്സ് നമുക്ക് ഒരുക്കി തന്ന അവരെ നമ്മൾ കൈയഴിഞ്ഞ് സഹായിച്ച് ഹബീബിനോടുള്ള മഹബ്ബത്ത് നമ്മൾ കാണിച്ചു കൊടുക്കും. വേറൊന്നുമില്ല, ഇതെന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ സദസ്സാണ്. ആ സദസ്സിലേക്ക് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത് ഈ ജമാഅത്ത് കമ്മിറ്റിയുടെയും ആ പൂർവ്വ വിദ്യാർത്ഥികളുടെയും വലിയൊരു ത്യാഗമാണ്. അതിലേക്ക് ഒരു വലിയ ബാധ്യതയിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കരുത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കും. സമയം വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ആ ഒരു പ്രവാചക പ്രഗീത സദസ്സിലേക്ക് നമുക്ക് ഇപ്പോഴേ തുടങ്ങാൻ 3 സ്വലാത്ത് എല്ലാവരും ഒന്ന് ഉറക്കെ ചൊല്ലിക്കുക. സ്വല്ലല്ലാഹു ഉറക്കെ ഇങ്ങനെ ചൊല്ലുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിൽ ഒരു പിശുക്ക് കാണിക്കരുത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായിലെ മനോഹരമായ പ്രഭാഷണങ്ങളിൽ തന്നെ സമുദായത്തിന് വരാനിരിക്കുന്ന എല്ലാ നന്മകളുടെയും നിലപാടുകളുടെയും വ്യവസ്ഥിതികളെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ തന്റെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രഭാഷണം നടത്തി ഹബീബായ നബി തങ്ങൾ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പ്രിയപ്പെട്ട അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂ മുവൈഹിബ, എന്റെ ഒട്ടകത്തെ തയ്യാറാക്കി നിർത്തൂ, എന്റെ ഒട്ടകത്തെ തയ്യാറാക്കി നിർത്തൂ. അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് യാത്രക്ക് ഉപയോഗിക്കുന്ന ആ ഒട്ടകത്തെ തയ്യാറാക്കി നിർത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്രയിൽ പങ്കാളികളായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂ മുവൈഹിബ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ യാത്ര ചെയ്തത് എവിടേക്കെന്നറിയോ? ഈ ലോകത്ത് നിന്ന് 23 വർഷക്കാലത്തെ ജീവിതത്തിന് വിരാമമിടുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യം സന്ദർശിച്ചത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് അങ്ങകലെ പോയി ജന്നത്തുൽ മുഅല്ല, അങ്ങകലെ ജന്നത്തുൽ ബഖീലേക്ക് കടന്നു പോയി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജന്നത്തുൽ ബഖീൽ പോയി അല്ലാഹുവിന്റെ റസൂൽ ഖബറാളികൾക്ക് സലാം പറയുന്നു. ഇതെന്തോ ഒരു ജീവിത സന്ദേശമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയാത്ത വിധം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് ഹബീബായ നബി തങ്ങൾ ഉമ്മത്തിന് ഒരു വലിയ സന്ദേശം പഠിപ്പിക്കുകയാണ്. ആദ്യം അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത് ജന്നത്തുൽ ബഖീലേക്ക് ചെന്ന് അവിടെ കിടക്കുന്ന ഖബറാളികൾക്ക് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ധർമ്മസമരത്തിൽ പങ്കെടുത്തവരല്ലേ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ പോരാടിയവരല്ലേ? എന്റെ കൂടെ നിഴല് പോലെ നടന്നിരുന്ന, എന്റെ കൂടെ നിഴല് പോലെ ഇടത്തും വലത്തും നിന്ന, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് 6 അടി മണ്ണിലേക്ക് വിട പറഞ്ഞു പോയ ഖബറാളികൾക്ക് സലാം പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് സന്ദർശിച്ചത് ഏതെന്നറിയോ? ഹബീബായ നബി തങ്ങളെ സന്ദർശിച്ചത് പിന്നെ ഉഹദിലേക്കാണ്. ആ ഉഹദിന്റെ രണാങ്കണത്തിൽ ചെന്ന് ഉഹദിന്റെ ശുഹദാക്കൾക്ക് സലാം ചൊല്ലി. എന്നിട്ട് പറയുന്നു, ശുഹദാക്കളെ, ഇന്നമാ അന ശഹീദുൻ വഅൻതും ശുഹദാഉല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷികളായതിന് ഞാൻ ഈ രാത്രിയിൽ സാക്ഷിയാണ് ശുഹദാക്കളെ എന്ന് ഉഹദിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷികളായവരോട് ഹബീബായ നബി തങ്ങൾ രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലത്തെ പറയുന്നു. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹുവിനെ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കം ചെയ്യപ്പെട്ട ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് അവിടുത്തെ കവിൾത്തടത്തിൽ നിന്ന് കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങിയിട്ടുള്ളൂ. അതിലൊന്നാമത്തെ സന്ദർഭം തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ മലത്തി കടത്തിയിട്ട് ഹിന്ദ് മഹാനവറുകളുടെ കുടൽമാല എടുത്ത് ചവച്ചു തുപ്പിക്കളഞ്ഞെന്നുള്ള വാർത്ത കേട്ടപ്പോ വബിഹംസത്തിൽ ഖറാരി അബ്ബിൽ മുസ്തഫ, തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനാണ് നിങ്ങളോട് ഞാൻ ഇന്ന് പ്രസംഗത്തിൽ മുതിരുന്നത്. ആഖിറത്തിലേക്കുള്ള യാത്രയാകുന്നതിന് തൊട്ടു മുമ്പ്, മരണത്തിന് വഫാത്തിന് തൊട്ടു മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അപൂർവമായ ചില നിമിഷങ്ങളാണിത്. തനിക്ക് ഏറ്റവും താങ്ങുന്ന
തണലുമായി നിന്നവരുടെ ഖബർ സന്ദർശിച്ചു. ആ ഖബർ സന്ദർശനം പുണ്യമുള്ളതാണ്. അതിന് തെളിവാണ് തന്റെ ജീവിതത്തിൽ തനിക്ക് ആലംബമായി നിന്ന അവലംബമായി തന്ന തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹംസ. ഏത് സമയത്ത് അബൂജഹലും കൂട്ടരും തന്നെ നേരെ വാളോങ്ങി നിന്നപ്പോ ആ സമയത്തൊക്കെ തന്നെ മുമ്പിൽ പരിച പോലെ നിവർന്ന് നിന്ന തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ. ബദർ യുദ്ധം ഉഹദ് യുദ്ധത്തിൽ മാത്രമല്ലല്ലോ, ബദർ യുദ്ധം നടക്കുന്ന നേരത്ത് യുദ്ധം നടത്താൻ വേണ്ടി അബൂജഹലും കൂട്ടരും വെല്ലുവിളിച്ചപ്പോ ആ സമയത്ത് മദീനക്കാരായ സഹാബത്തുകളെ ചാടി ഇറങ്ങവേ അബൂജഹൽ ചോദിച്ചുവല്ലോ, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മദീനയിൽ നിന്ന് വന്ന പരദേശികളായ വില്ലാളികളെ നിന്റെ കൂടെയുള്ളോ, മക്കക്കാരായ ആൺകുട്ടികളെ നിന്റെ കൂടെയില്ലേ എന്ന് ഈ സ്വന്തം നാട്ടില് നിനക്ക് യാതൊരുവിധ പിന്തുണയില്ലെന്ന് പരോക്ഷമായി പരിഹസിക്കുമ്പോ ആ വാക്ക് കേട്ടിട്ട് ആദ്യം ചാടി ഇറങ്ങിയ ആളാരാ? മുഹാജിറിന്റെ വാക്ക് കേട്ട് മുമ്പിൽ വീണ സിംഹരാ, മുമ്പിലെ ഉബൈദത്തും ഹംസയും ഹൈദറാ. മുഹാജിറിന്റെ വാക്ക് കേട്ട് മുമ്പിൽ വീണ സിംഹരാ, മുമ്പിലെ ഉബൈദത്തും ഹംസയും ഹൈദറാ. മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു, ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു, അതിന്റെ എല്ലാ നടുവിൽ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹംസ. ആരാണടാ എന്റെ പൊന്നുമോനെ വെല്ലുവിളിക്കുന്നതെന്ന് ചോദിച്ച് തന്റെ റിസാലത്തിന്റെ ദൗത്യത്തിന് പ്രതിരോധത്തിന്റെ കവചം തീർത്ത ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഹിന്ദി ചവച്ചുതുപ്പിക്കളഞ്ഞ തന്റെ കണ്ണുനീരിന് സാക്ഷ്യം വഹിച്ച മരണത്തിന്റെ ഉത്തരവാദി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ വന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് ജന്നത്തുൽ ബഖീയിലേക്ക് പോകുന്നു. മുൻകാലത്ത് തന്റെ ജീവിതത്തിൽ തന്റെ ചേർന്ന് നിന്നവരോട് സലാം പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നഷ്കൂ ഇലല്ലാഹിൽ മിന കസ്വതിൽ ഖുലുവസ്വതി ഖുലൂബിനാ. നമ്മുടെ ഹൃദയത്തിന് വല്ലാതെ കാഠിന്യം വന്നു എന്ന് പടച്ചവനോട് നമ്മൾ പരാതി പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മരണത്തിന്റെ ഓർമ്മയല്ലയോ? ജീവിതത്തിൽ ഇങ്ങനെ കുതിച്ചു പായുന്ന നേരത്ത് നമ്മുടെ ഹൃദയത്തിന് വല്ലാതെ കാഠിന്യം വന്നു പോയിരിക്കുന്നു നമ്മൾ പരാതി പറയുമ്പോ ഈ ലോകത്തിന് എന്ത് പറ്റിപ്പോയി? മാതാവിനെ കൊന്നെടുക്കുന്ന മക്കളുടെ കാലത്ത് തന്റെ പ്രിയപ്പെട്ട വല്യാപ്പയുടെ ഉമ്മയില്ലാതെ വളർന്ന കുഞ്ഞിനെ പോറ്റി വളർത്തിയ വാപ്പ മരിച്ചുപോയി പോറ്റി വളർത്തിയ പൊന്നുമോനെ വല്യാപ്പയും വല്യുമ്മയും വൈകുന്നേരം വന്ന് ഉമ്മ നോക്കുമ്പോ വലിയുപ്പാന്റെ തലവെട്ടിയിട്ടൊരു സെറ്റിയുടെ മുകളില്, വലിയുമ്മാന്റെ തലവെട്ടിയിടത്ത മറ്റേ ടേബിളിന്റെ മുകളില് കൊച്ചുകുട്ടികൾക്ക് പോലും ക്രൂരത വർദ്ധിച്ചു പോകുന്ന ഒരു കാലത്ത് വിശ്വസിച്ചു കൂടെ വന്നവരുടെ വായിലേക്ക് പടക്കം വെച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കുന്ന കാലത്ത്, ഒരു തൽപ്പം മണ്ണിന് വേണ്ടി ജീവിതത്തിൽ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന കാലത്ത്, സഹോദരാ, ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപദേശം മരണമല്ലയോ? ജന്നത്തുൽ ബഖീയിൽ നിറഞ്ഞു കിടക്കുന്ന ഖബറിന്റെ മുമ്പിൽ പോയി ഹബീബായ നബി തങ്ങൾ വികാരാധീരനായി കരയുന്ന ഒരു സന്ദർഭമുണ്ട്. സഹോദരാ, നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യം മാറി കണ്ണിലൂടെ കണ്ണുനീരൊലിക്കണമെങ്കിൽ ഒരേ ഒരു ഉപദേശം മതി. അത് ലോകത്ത് നിന്ന് വഫാത്താകുന്നതിന് മുമ്പ് ഹബീബായ നബി തങ്ങൾ നമ്മളോട് പറഞ്ഞു തന്ന സന്ദേശമാണത്. പള്ളിക്കാട്ടിലെ ഖബറിസ്ഥാനിൽ പോയി മൈലാഞ്ചി ചെടിയുടെ ചുവട്ടിലൊന്ന് നിൽക്കുക, ആ മീസാൻ കല്ലുകളോട് കഥ ചോദിക്കുക. ആ മീസാൻ കല്ലുകൾ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത്? അരസന്റെ സ്ഥലത്തിന് വേണ്ടി കൂടപ്പറപ്പിന്റെ പള്ളയിൽ കുത്തിയവനാണ് ആ മാറ്റാൻ കഴിയാത്ത കല്ലിന്റെ ചുവട്ടിൽ കിടക്കുന്നിടന്ന് ഉമ്മയുടെ കഴുത്തിലെ മാരമോട്ടിച്ചു മദ്യപിക്കാൻ പോയവനാണ് ആ കള്ളിച്ചെടിയുടെ താഴെ കിടക്കുന്നിടന്ന്. പണത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ വെല്ലുവിളിച്ചവനാണ് ഈ മൺകൂനയ്ക്ക് താഴെ കിടക്കുന്നിടന്ന്. മരണം പോരയോ, മൈലാഞ്ചിച്ചെടി പോരയോ,
മീസാൻ കല്ലുകൾ പോലെ നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കുവാൻ, മീസാൻ കല്ലുകൾ പോലെ നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ മാറ്റുവാൻ, സഹോദര സഹോദരി, ആ ജന്നത്തുൽ മുഅൽ ആയിരക്കണക്കിന് ഖബറാളികളുടെ മുമ്പിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വികാരാധീനനായി കവൽത്തടത്തിലൂടെ കണ്ണുനീരൊലിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, അബൂ മുവൈഹിബ, ശ്രദ്ധയോടെ കേൾക്കണേ, ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. അബൂ മുവൈഹിബ, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ഞാനിതാ ഒന്നിന് ബൈനി വ ബൈന റഫീഖിൽ അഅ്ലാ, രണ്ടാമത് എന്നോട് പറഞ്ഞത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാകുന്നുവെങ്കിൽ ആയിക്കോളാൻ. സഹോദര, ചിന്തിച്ചു നോക്കുക, ഹബീബായ നബി തങ്ങളുടെ പ്രവചനമാണ് അബൂ മുവൈഹിബ. അല്ലാഹു എന്നോട് പറഞ്ഞത്, അബൂ മുവൈഹിബ, പടച്ചവൻ എന്നോട് പറഞ്ഞത്, ഒന്നുകിൽ ഈ ദീർഘായുസോടെ ഈ ദുനിയാവും അതിന്റെ ആർഭാടങ്ങളും അലങ്കാരങ്ങളും ആഗ്രഹിക്കുന്നത് എന്തും ഒരു ചക്രവർത്തിയെ പോലെ നബി അങ്ങേക്ക് തരാ, അതല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് യാത്രയാവാം. ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ എന്റെ റബ്ബിനിക്ക് അനുവാദം തന്നെന്ന് പറയുമ്പോ അബൂ മുവൈഹിബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു മറുപടി വരുന്നുണ്ട്, ഫിദാക അന്ത ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ വാപ്പ മരിച്ചാൽ ഞാൻ സഹിക്കും നബിയേ, എന്റെ ഉമ്മ മരണപ്പെട്ടാൽ ഞാൻ സഹിക്കും നബിയേ, പക്ഷേ അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹു പറഞ്ഞതുപോലെ ഈ ദുനിയാവിന്റെ എല്ലാ ആഡംബരങ്ങളും ഏറ്റുവാങ്ങി അല്പകാലം കൂടി ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്നൂടെ നബിയേ, കാണാനുള്ള കൊതി കൊണ്ടാണ് യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങില്ലാത്ത മദീന, അങ്ങില്ലാത്ത മദീന, അങ്ങേ കാണാത്ത മസ്ജിദുൻ നബവി, അങ്ങയുടെ മുഖം കാണാത്ത ഫജ്ർ നിസ്കാരം, അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്പനാള് കൂടി ദുനിയാവിൽ ജീവിച്ചിട്ട് അതിനുശേഷം അല്ലാഹുവിന്റെ വിളിക്കുത്തരം പറഞ്ഞാൽ പോരെ നബിയേ? ആ പ്രവാചക അനുരാഗികളുടെ പ്രണയത്തിന് ആഴം വ്യക്തമാക്കുന്ന ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ശ്രദ്ധിച്ചു കേൾക്കണേ. ബലാ റഫീഖിൽ അലാ, റഫീഖിൽ അലാ, റഫീഖിൽ അലാ, ഇല്ല അബൂ മുവൈഹിബ, ഇല്ല അബൂ മുവൈഹിബ, ഇല്ല അബൂ മുവൈഹിബ, ഞാൻ എന്റെ റബ്ബിനെ കാണാൻ പോവുകയാണ്. എനിക്കെന്റെ റബ്ബിനെ കാണാൻ ധൃതിയായി, എനിക്കെന്റെ രക്ഷിതാവിനെ കാണാൻ ധൃതിയായി. സഹോദര സഹോദരി, ഒരർത്ഥത്തിൽ 63-ാമത്തെ വയസ്സിലെ വിടവാങ്ങൽ പോലും താൻ ഏറ്റവും സ്നേഹിച്ച, തന്നെ ഏറ്റവും സ്നേഹിച്ച അല്ലാഹുവിനെ കാണാനുള്ള യാത്രയായിരുന്നു. അതൊരു വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഹബീബായ നബി തങ്ങൾ ആഗ്രഹത്തോടെ ചോദിച്ച ഒരു ചോദ്യം, അർറഫീഖിൽ അലാ, എനിക്കെന്റെ റബ്ബിന്റെ അടുക്കിലേക്ക് പോകാൻ ധൃതിയായി. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ദുനിയാവിൽ നിന്നോന്ന് പറഞ്ഞിട്ടും പോവുകയാണ് എന്ന് പറഞ്ഞത് അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്ക് അല്ലാഹുവിനോടായിരുന്നു. അല്ലാഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ മനസ്സിലാവണണ്ട. നമ്മളാണെങ്കിൽ കൊളസ്ട്രോൾ വരാതിരിക്കാനുള്ള ഗുളിക 3 കൂടുതൽ കഴിച്ചിട്ട് 6 മാസം കൂടെ ആയുസ് കൂടെ വീട്ടിലോട്ട് നോക്കുക. നമ്മുടെ എല്ലാവരുടെയും ജോലി എന്താ? ഇപ്പോ ഇത് കഴിച്ചാൽ കൊളസ്ട്രോൾ വരാൻ സാധ്യതയുണ്ട്. പടച്ചോനെ നമ്മൾ അതിൽ നിന്ന് മാറി ഇറച്ചി കൂടുതൽ കഴിച്ചാൽ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇറച്ചി തന്നെ തിന്നുന്ന സിംഹത്തിനും കടുവയ്ക്ക് ഇതേവരെ അറ്റാക്ക് വന്നിട്ടില്ല.
നമ്മുടെ യൂട്യൂബില് സ്ത്രീകളൊക്കെ ഇൻസ്റ്റാഗ്രാമില് ഹെൽത്ത് ടിപ്സ് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അങ്ങനെ പോയാൽ ചിലപ്പോൾ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. കാലിങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെച്ച് കിടക്കരുത്. ചില പെണ്ണുങ്ങളൊക്കെ ഇത് കേട്ടിട്ട് രാത്രിയിൽ ഭാര്യമാര് കിടക്കാൻ വരുമ്പോ ഇല്ല ബ്രോക്കോളി നടത്തിട്ട് വരിക, കാലിങ്ങോട്ട് സൈഡ് അങ്ങോട്ട് അങ്ങനെ കിടന്ന് അറ്റാക്ക് വരും. ഹാർട്ടിന്റെ സൈഡിലോട്ട് തിരിഞ്ഞടക്കാൻ പാടില്ല. നമ്മുടെയൊക്കെ ഈ ലോകത്തെ ചിന്തയതാ ഒരു ദിവസവും കൂടി ഈ ദുനിയാവിൽ കൂടുതൽ താമസിക്കാൻ പറ്റും. ഞാനും അങ്ങനെ ഞാൻ നാളെ മരിക്കണമെന്ന് വിചാരിച്ചിടക്കാൻ ആളൊന്നും അല്ലല്ലോ. യഥാർത്ഥത്തിൽ അക്കാര്യത്തില് നമ്മുടെ ഏറ്റവും വലിയ സ്വാർത്ഥതയാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വാർത്ഥതയാണ് ഒരു ദിവസം കൂടെ കൂടുതൽ ജീവിക്കും അല്ലേ ഷാഫി? അങ്ങനെയല്ലേ? തലേന്ന് മരിക്കാൻ വേണ്ട നീ മരിക്കും ഇല്ലല്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ സഹോദരങ്ങളെ, എന്ത് ഭക്ഷണം ക്രമീകരിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഞാൻ തരട്ടെ. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരട്ടെ. എത്ര ഇറച്ചി കഴിച്ചാലും എത്ര മധുരം കഴിച്ചാലും എത്രമേൽ കൊളസ്ട്രോൾ വന്നാലും എത്ര ഷുഗർ കൂടിയാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളി, തലേന്ന് ഏതായാലും അന്നേ വരിക്കും. ഏതായാലും തലേന്ന് ആ ഉറപ്പ് കേൾക്കാൻ കാത് കുറിപ്പിച്ച നിങ്ങൾ ഇന്ന് ലോകത്ത് മനുഷ്യനോട് പറയാൻ നിനക്കിന്ന് ഞാൻ 100 ഗ്രാം സ്വർണം തരാം, പക്ഷേ അത് വാങ്ങിച്ചിട്ട് ഇന്ന് നീ മരിക്കും. അല്ലെങ്കിൽ ഈ 100 ഗ്രാം സ്വർണ്ണമില്ല, അതിന് പകരം ഒരു ദിവസം കൂടി ആയുസ് കൂടുതൽ കിട്ടും. എന്താ നമ്മൾ വാങ്ങിക്കുക? ഏതാ നമ്മൾ വാങ്ങിക്കുക? ആ സ്വർണം വാങ്ങിച്ച് കീശയിലിട്ടിട്ട് മരിക്കാൻ തയ്യാറാവോ? ഫോർ എക്സാമ്പിൾ ഇത് തിരുമിതിലെ ഹദീസൊന്നുമല്ല, ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങനെ പറയാം. അത് വാങ്ങിച്ചിട്ടിട്ട് നമ്മള് മരിക്കാൻ തയ്യാറാവോ? അതല്ല, ഒരു ദിവസവും കൂടി ആയുസ് കിട്ടിയാൽ മക്കളെ കാണാൻ, വാപ്പായോട് യാത്ര പറയാൻ, ചെക്കൊന്ന് ഒപ്പിട്ട് റിസൈൻ ചെയ്തെടുക്കാൻ അതിനൊരു അവസരം കിട്ടിയാൽ ഏതിനെ നമ്മൾ സ്വീകരിക്കുക? ബുദ്ധിമാനാണെങ്കിൽ ഒരു ദിവസത്തെ ആയുസ് കൂടി സ്വീകരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സ്വാർത്ഥതയെ വേണ്ട എന്ന് പറഞ്ഞ ഹബീബാണ് നബി മുഹമ്മദ് മുസ്തഫ. ജീവിക്കാനുള്ളത് ആരാ പറയുന്നത്? ഞാൻ അങ്ങേ കൈവിടില്ല എന്ന് ഉറപ്പ് കൊടുത്ത അല്ലാഹുവാണ് പറയുന്നത്. ആ ആയുസിന്റെ ഉടമസ്ഥൻ ആരുമല്ല, ഭരണാധികാരിയല്ല, പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രപതിയല്ല. അവർക്കൊക്കെ ആയുസിന്റെ രേഖ കുറിച്ചു വെച്ച, അവരുടെ ആയുസിന്റെ കണക്ക് പുസ്തകത്തെ രേഖപ്പെടുത്തിയ സിദ്ധാവായ മരണത്തിന് ഒരേ ഒരു അധികാരമുള്ള പടച്ചവനാ പറയാ. വേണമെങ്കിൽ കുറെ വർഷങ്ങളോളം ദുനിയാവിന്റെ അലങ്കാരങ്ങളും അലംഭാരങ്ങളും ആടകളും ജാടകളും ഒക്കെ ആയിട്ട് മുഹമ്മദേ നിങ്ങൾക്ക് ജീവിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല, ഏകനായ അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാകണമെങ്കിൽ യാത്രയാവാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എനിക്കെന്റെ റബ്ബിനെ കണ്ടാൽ മതി. കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചക പ്രണയമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു സ്നേഹിച്ചതുപോലെ ആരാ സ്നേഹിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ സ്നേഹിച്ചതുപോലെ ആരാ സ്നേഹിച്ചത്? ഒരൽപനേരം ഹബീബും മഹബൂബുമുള്ള പ്രണയത്തിന്റെ തീവ്രത പറഞ്ഞ്
ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നിന്ന് അബൂ മുവൈഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാ, ഒരു ബുധനാഴ്ച ദിവസം റബീഉൽ അവ്വലിന്റെ ഒരു വ്യാഴാഴ്ചയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പനി വരുന്നത്. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം പനി ബാധിച്ചു കിടന്ന് തിങ്കളാഴ്ച ദിവസമാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമുദായത്തോട് ഒരിക്കൽ കൂടി ചിന്തിക്കുവാൻ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയാ, ആ പരിപാലിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ബുധനാഴ്ച ദിവസം ഹബീബായ നബി തങ്ങൾ മദീന പള്ളിയിലേക്ക് മസ്ജിദുൻ നബവിയുടെ മെമ്പറിലോട്ട് കടന്നു വന്നു. ആ മെമ്പറിൽ കയറി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നൊരു പ്രസംഗം നടത്തി. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചു കുറെ ഉപദേശം പറഞ്ഞിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു പ്രഭാഷണമാണിത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ റസൂലാ, യാ മഅശറൽ മുഹാജിരീന വൽ അൻസാർ, അൻസാറുകളെ, മുഹാജിറുകളെ, എനിക്കെന്നെ അല്ലാഹു തന്ന തീരുമാന പ്രകാരം ഞാൻ ഇവിടെ നിന്ന് വിട പറയാൻ പോവുകയാണ്. 23 വർഷക്കാലം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്. ആ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെയോ? ഈ സമുദായത്തിന്റെ മുകളിൽ ദാരിദ്ര്യം വരുന്നതിന് ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന് ശേഷം എന്റെ അനുയായികള് ദാരിദ്ര്യം വന്ന് അവർ യാചകരായി OBC സംവരണത്തിൽപ്പെട്ട് അവർ യാചകരാകുമെന്ന് എനിക്ക് യാതൊരുവിധ ഭയപ്പാടുമില്ല. പക്ഷേ ഈ പോർക്കളത്തിന്റെ മജ്ലിസുൽ മദീനയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് പറയട്ടെ, ഈ ലോകത്തിൽ നിന്ന് വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് എന്റെ ഹബീബ് പറഞ്ഞ ഒരു വാക്കാണിത്, അന്വർത്ഥമായി പുലരുന്ന വാക്കാണിത്. എന്റെ മുസ്ലിം സമൂഹത്തിന് പട്ടിണി വന്നിട്ട് അവർക്ക് ഗൾഫ് രാഷ്ട്രത്തിൽ നിന്ന് വരുന്ന പെട്രോളിന്റെ ഉച്ചിട്ടം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. പക്ഷേ അഖശാലൈക്കും അനതബുസുതലൈക്കും ദുനിയാ ഫതനാഫസുഹാ കമാ തനാഫസൂൻ. എന്റെ സമുദായത്തിലെ സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടുന്നതിന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ആ സമ്പത്ത് കാരണത്താൽ മുൻഗാമികൾ നശിച്ചതുപോലെ ഒരു നശിക്കുന്നതിന് ഞാൻ ഭയപ്പെടുകയാ. സമുദായത്തിലെ മിക്കവാറും ആളുകൾ സമ്പന്നന്മാരാവുക, അവർക്ക് സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടുക, ആ സമ്പത്തിന്റെ പേരിൽ സമുദായം അഹങ്കാരികളായി മാറുക. 1500ാമത് ജന്മദിനം ആഘോഷിക്കുമ്പോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് 5 ദിവസങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് ഹബീബ് പറഞ്ഞതാണ്, മുസ്ലിം സമുദായത്തിന്റെ കല്യാണ വീടുകൾ കാണുമ്പോ, ഹൗസ് വാമിങ്ങൾ കാണുമ്പോ, മഞ്ഞ കല്യാണം കാണുമ്പോ എന്തിനേറെ കല്യാണത്തിന് ആർഭാടം മാറിയിട്ട് അവരവന്റെ സമ്പത്തിന്റെ വലിപ്പം കാണിക്കാൻ ആർഭാടങ്ങൾ കാണിക്കുന്ന ചില കാഴ്ചകൾ കാണുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നാശത്തിന്റെ വക്കിലേക്കാണ് നിങ്ങൾ ഈ നടന്നു പോകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാശത്തിന്റെ വക്കിലേക്കാണ് നിങ്ങൾ നടന്നു പോകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവനവന്റെ മക്കളുടെ കല്യാണം നിങ്ങൾ ആർഭാടമായി നടത്തിക്കോളൂ, പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് 30 വയസ്സ് കഴിഞ്ഞിട്ടും മംഗല്യ സൗഭാഗ്യമില്ലാതെ ഈ ചോർന്നലിക്കുന്ന ചെറ്റപ്പുരയുടെ ഓലക്കാതുകൾക്കിടയിലൂടെ നിങ്ങളുടെ ആർഭാട കല്യാണം നോക്കി നെടുവേർപ്പെടുന്ന ഉത്തമ സമുദായത്തിന്റെ പെൺകുട്ടികള് ആ
മഹല്ലിലില്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ആ മഹല്ലിലില്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്നെ നിങ്ങൾ കണ്ണുരുട്ടണ്ട, എന്നോട് നിങ്ങൾക്ക് അതൃപ്തി വേണ്ട. അതൃപ്തി ഉണ്ടെങ്കിലും എനിക്കതിൽ പ്രശ്നമേ ഇല്ല. നമ്മുടെ മകളുടെ വിവാഹം ആർഭാടത്തോടെ നടത്തുമ്പോ നമ്മുടെ മഹല്ലിന്റെ പരിധിയിലെങ്കിലും സ്ത്രീധനമെന്ന് പറയുന്ന ദുരാധാരത്തിന്റെ പേരിൽ വിവാഹച്ചന്തയിലും മാത്സര്യ ബുദ്ധിയോടെ കോടികളെ പകിട കളിക്കുന്ന സമുദായത്തിന്റെ കല്യാണ ആർഭാടത്തിന്റെ ബലിയാടുകളായി ചോർന്നരിക്കുന്ന ഓലപ്പുരയുടെ ഓലക്കോലുകളുടെ ഇടയിൽ നെടുവീർപ്പെട്ട് കരയുന്ന കന്യകമാരില്ലെന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടേതൊക്കെ വലിയ മാമാങ്കമായിട്ട് നടത്താം. പക്ഷെ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ മഹല്ല് പരിധിയിലെങ്കിലും അതിന്റെ ഉള്ളിലെങ്കിലും എത്രയോ സമ്പന്നരറിയാം അവരുടെ മക്കളെ കല്യാണം കഴിച്ചു വിടുമ്പോ അവര് 10 പേരെ കല്യാണം കഴിച്ചു വിടുന്നവരുണ്ട്, 20 പേരെ കല്യാണം കഴിച്ചു വിടുന്നവരുണ്ട്. അങ്ങനെ മാതൃകയോടെ നടത്തുന്ന എത്ര ആളുകൾ. ഒരു വീട് വെക്കുമ്പോ പാവപ്പെട്ടവന് 4 വീട് വെച്ചു കൊടുത്ത സമ്പന്നരുണ്ട്. സമ്പത്ത് ഒരു പ്രശ്നമല്ല, അതിന്റെ വിനിയോഗം ഒരു പ്രശ്നമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് ഹുബ്ബുണ്ടെങ്കിൽ, അവിടത്തോട് സ്നേഹമുണ്ടെങ്കിൽ വഫാത്താകുന്നതിന് ബുധനാഴ്ച ദിവസമാണ് പ്രസംഗം. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം രോഗിയാണ്. തിങ്കളാഴ്ച പൂമുത്ത് വിട പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യാഴാഴ്ച ദിവസം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എനിക്ക് കേൾക്കുന്നില്ലേ? ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു നാടൻ വർത്താനം പോലും പറയാം. സമയമില്ല. അല്ലാഹു നമുക്ക് ഹബീബിനോടുള്ള ആ ഹുബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയീൻ. ആ ഹുബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ്. അധിക മനോഹര നൂറുള്ള അഹ്മദ് നബി സല്ലല്ലാഹു അധിക ദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വലാത്തുകളെ, നമ്മുടെ ഈ ഹബീബിലേക്കുള്ള നമ്മുടെ ഈ കാഴ്ചകളെ അല്ലാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. എടാടിച്ച ദിവസം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. വളരെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ പറഞ്ഞൊൽപ്പിക്കുകയാണ്. അല്ലാഹു അവിടത്തേക്കുള്ള ഹുബ്ബും അവിടത്തേക്കുള്ള മഹബത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എടാടിച്ച ദിവസം മഹാനായ ഹബീബായ നബി തങ്ങൾക്ക് പരിപാലിച്ചു. മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളെ കാണാൻ അവിടുത്തെ വീട്ടിലേക്ക് വരുമ്പോ ഒരാൾക്ക് നേരെ നിന്ന് കടന്നു പോകാൻ കഴിയില്ല ഹബീബിന്റെ വീട്ടിലേക്ക്. ആ വീട്ടിലേക്ക് തലകുനിച്ചിട്ടാണ് സഹാബത്തുകളിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബിയാണ്. സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ മാനവകൾ തലകുനിച്ചിട്ടാണ് ഹബീബിന്റെ വീട്ടിലേക്ക് കയറിപ്പോയത്. അത്രയും ചെറിയൊരു വാതിലിലൂടെ കടന്നു പോകുമ്പോ പരിപാലിച്ച ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അയ്യുഅകു യാ റസൂലല്ലാഹ്
ശദീദാ, അങ്ങേക്ക് വല്ലാത്ത പനിയാണല്ലോ നബിയേ. ഹബീബായ നബി തങ്ങളുടെ ശരീരം പനിയിൽ കിടന്ന് ഇങ്ങനെ വിറക്കുന്നത് കാണുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്, സഹോദര സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നബിയെ വല്ലാതെ വിറക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് യുഅഖു റജുലാനി മിൻ ഉമ്മത്തി യുഅഖു കമാ യുഅഖു റജുലാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ 2 പേർക്ക് വരുന്ന പനിയാണ് എനിക്ക് വന്നതെന്ന് ഹബീബായ നബി തങ്ങൾ മറുപടി പറയുന്ന നേരം എല്ലാവരുടെയും പനിയല്ല, 2 പേരനുഭവിക്കുന്ന പനിയാണ് ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് പറയവേ ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം വന്നു, നബിയേ അപ്പോൾ വലകാജറൈനി, അപ്പോൾ എല്ലാവരെയും പോലെയല്ല, അങ്ങേക്ക് 2 പ്രതിഫലമുണ്ടല്ലോ നബിയേ. മരണാസന്നനായി കിടക്കുന്ന ഹബീബിന്റെ പനിയെ കുറിച്ചുള്ള വർത്തമാനം പറയുമ്പോ ഒടുക്കുന്ന നേരത്തും പടച്ചവന്റെ അടുക്കലുള്ള പ്രതിഫലത്തെ കുറിച്ച് ആകാംക്ഷയോടെ 2 പേരുടെ പനിയാണ് അങ്ങേക്ക് വന്നതെങ്കിൽ ആ 2 പ്രതിഫലം അങ്ങേക്ക് കിട്ടുകയില്ലേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞു, അതേ നഅം ഇബ്നു മസ്ഊദ്, അതേ നഅം ഇബ്നു മസ്ഊദ്, അതേ ഇബ്നു മസ്ഊദ്, എനിക്ക് 2 പനിയാണെങ്കിൽ എനിക്ക് 2 പ്രതിഫലമാണെന്ന് പറയവേ ആ പനിയുടെ കിടക്കയിൽ വെച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസ് പറഞ്ഞത്. ഇബ്നു മസ്ഊദ് യുസീബുൽ മുഅ്മിനു ഹമ്മൻ വലാ ഹമ്മൻ വലാ ഗമ്മൻ വലാ ഹമ്മൻ. ഓ ഇബ്നു മസ്ഊദ്, ഒരു വിശ്വാസിക്കും ജീവിതത്തിൽ സംഭവിക്കുകയില്ല ഒരു പനി, ഒരു വിഷമം, ഒരു സങ്കടം, ഒരു പരീക്ഷണം, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ കാലിൽ ഒരു മുള്ളു പോലും തറക്കുകയില്ല. ആ പ്രയാസത്തിന്റെ പേരിൽ അല്ലാഹു അവന്റെ പാപത്തെ പുറത്തു കൊടുത്തിട്ടല്ലാതെ ഈ പ്രളയത്തിന്റെ ദിവസം ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 പേരുടെ പനി പിടിച്ചിട്ട് ഹബീബ് തുള്ളിപ്പിടിക്കുന്ന നേരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവൻ അതിന് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വല്ലാത്ത ഉപമയുണ്ട്. ഒരു പരീക്ഷണം വന്ന ഒരു മുഅ്മിനിന്റെ ഉപമയേതെന്നറിയുമോ? നല്ല കുലച്ച് നിൽക്കുന്ന ഒരു വൃക്ഷം, ഒരു വിശ്വാസിയുടെ ഉപമ നല്ല കുലച്ച് നിൽക്കുന്ന ഒരു വൃക്ഷം. കാറ്റടിക്കുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും അതിങ്ങനെ കാറ്റിലാടുന്നത് പോലെയാണ് ഒരു വിശ്വാസിയുടെ ഉപമയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാത്ത കാറ്റടിക്കുമ്പോൾ അത് ഇടത്തോട്ട് ചെരിയും, ഈ തറ മുട്ടുന്നത് വരെ ചെരിഞ്ഞിട്ട് പിന്നെ അത് നേരെ നിവർന്നു നിൽക്കും. അടുത്ത കാറ്റിൽ വലത്തോട്ട് ചെരിയും, നിലം മുട്ടുന്നത് വരെ ഒടിഞ്ഞു വീഴുമെന്ന് കരുതും, പക്ഷേ അത് വീണ്ടും എഴുന്നേറ്റ് നിവർന്ന് നിൽക്കും. ഒരു വിശ്വാസി ഇങ്ങനെയാണ്. അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും. തകർന്ന് തരിപ്പണമായെന്ന് കരുതുന്ന സമയത്ത് പടച്ചവൻ അവനെ എഴുന്നേൽപ്പിച്ച് നിവർത്തി നിർത്തും. പിന്നീട് ആ വലത്തോട്ടൊരു കാറ്റടിക്കുന്നു, ഒരു മാരകമായ രോഗം വരുന്നു. അവൻ വീണ്ടും നിലത്തോട്ടിങ്ങനെ ആ ബലമുള്ള വൃക്ഷം വളഞ്ഞു വരുന്നത് പോലെ അവൻ ജീവിതത്തിൽ അവസാനിക്കാറായി എന്ന് തോന്നുമ്പോ ആ സമയത്ത് പടച്ചവൻ അവരെ നേരെ നിലനിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു മസ്ഊദേ, എന്റെ വിശ്വാസികളുടെ ഉപമ ഇതുപോലെയാണ്. അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും. ആ സമയത്ത് അവന് തകർന്ന് തരിപ്പണമാകുമെന്ന് കരുതും, പക്ഷേ അല്ലാഹുവിന് വീണ്ടും അതിൽ സംതൃപ്തി നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണിത് ലോകത്തോട് പറയുന്നത്? ആരാണിത് പറഞ്ഞിട്ട് പോകാൻ പോകുന്നത്? ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പരീക്ഷിച്ച ഹബീബാണ്, പരീക്ഷിച്ച ഹബീബാണ്. അല്ലാഹുവിന്റെ പരീക്ഷണം വരുമ്പോൾ പതറല്ലേ പെങ്ങളെ? മുനാഫിഖ് അങ്ങനെയല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ദുർബല വിശ്വാസികൾ അങ്ങനെയല്ല. അവര് വലിയ വണ്ണമുള്ള ഒരു മരം പോലെയാണ്, പക്ഷേ അതിന് വളയാൻ കഴിയുകയില്ല. ഒരു കാറ്റടിച്ചാൽ അത് പിഴുതു വീഴുന്നത് പോലെ ഒരു പ്രയാസം വരുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യും. ഒരു പ്രയാസം വരുമ്പോൾ അവര് ഒളിച്ചോടി പോകും. അവര് മതത്തിൽ നിന്ന് വെളിയിലായി പോകും. വിശ്വാസി അങ്ങനെയല്ല. ഇടത്തോട്ടും വലത്തോട്ടും ചെരിഞ്ഞു പോകുന്ന വൃക്ഷം പോലെ, പിന്നീട് നിവർന്നു നിൽക്കുന്നത് പോലെ പരീക്ഷണങ്ങളിൽ അവരെ ചാഞ്ചാടുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഹബീബിലേക്ക് നമുക്ക് അലിഞ്ഞു ചേരാം. എന്നിട്ട് റബ്ബിനെ കുറിച്ച് പ്രവാചകരെ നമുക്ക് മാതൃകയാക്കാം. ജനിക്കുന്നതിന് മുമ്പേ വാപ്പ നഷ്ടപ്പെട്ടു പോയാ, ജനിച്ച ഉടനെ ഉമ്മയെ നഷ്ടപ്പെട്ടു പോയാ, ഞാനതൊന്നും നിങ്ങളോട് പറയുന്നില്ല. 1500 വർഷങ്ങൾക്കപ്പുറം പ്രവാചക പ്രകീർത്തനങ്ങൾ ആരെയാ പ്രകീർത്തിക്കുന്നത്? ആരെയാ? നാളെ ഇവിടെ ആയിരക്കണക്കിന് നൂറുകണക്കിന് സ്വലാത്തുകൾ മുടങ്ങുമ്പോ, നാളെ ഇവിടെ പ്രകീർത്തന സദസ് മുടങ്ങുമ്പോ, സഹോദരാ, ഈ പ്രകീർത്തനങ്ങളൊക്കെ ആരെയാ പ്രകീർത്തിക്കുന്നത്? ആരുടെ മതികാ പാടുന്നത്? ഒരാളെ കുറിച്ച് പറയാൻ എത്ര ഗ്രന്ഥങ്ങളാണ്? ആ ഹദീസുകളെ രേഖപ്പെടുത്താൻ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ. ആ മനുഷ്യന്റെ മുടി എത്ര നരച്ചിട്ടുണ്ട്, എത്ര മുടി കറുത്തിട്ടുണ്ട്, വഫാത്താകുന്ന നേരത്തെ എത്ര മുടി വെളുത്തിരിക്കുന്നുണ്ട്, അവിടുത്തെ ചർമ്മം എങ്ങനെയാണ്, അവിടുത്തെ കാലിന്റെ നീളം എത്രയാ, അവിടുത്തെ ഉയരം എത്രയാ, അവിടുന്ന് ഉറങ്ങിയതെങ്ങനെ, അവിടുത്തെ ഉണർന്നതെങ്ങനെ, അവിടുന്ന് നടന്നതെങ്ങനെ, അവിടുത്തെ കണ്ണിമ വെട്ടിയതെങ്ങനെ, അവിടുന്ന് ഇരുന്നതെങ്ങനെ, അവിടുന്ന് ചിരിച്ചതെങ്ങനെ, ആ ചിരിച്ചപ്പോൾ എത്ര പല്ലാണ് വെളിയിൽ കണ്ടത്, ചുണ്ടെങ്ങനെയാണ് ഇരുന്നത്, തലമുടി എങ്ങനെയാണ് ചീവി വെച്ചത്, എങ്ങനെയാണ് ചെവിയിരുന്നത്, ആ മൂക്കിന്റെ ഉയരം എത്ര, ആ വിയർപ്പിന്റെ സുഗന്ധം എത്ര, എപ്പോഴാണ് കുളിച്ചിരുന്നത്, എങ്ങനെയാണ് കുളിച്ചിരുന്നത്? സഹോദര സഹോദരി, ആരെ കുറിച്ചിട്ടാണ് ഇപ്പോഴും നാളെയും ഇവിടെ പാടിപ്പുകറ്റുന്നത്? ചക്രവർത്തിയെ കുറിച്ചല്ല, ഏകാധിപതിയെ കുറിച്ചല്ല, സ്വർണത്തിന്റെ കൊട്ടാരത്തിൽ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചല്ല, 10,000 അനുയായികളുടെ കൂടെ ഘോഷയാത്ര നടത്തിയവനെ കുറിച്ചല്ല. ആരുടെ മതമാണ് പാടുന്നതെന്നറിയോ? ജനിക്കുന്നതിന് മുമ്പ് ഒരു മകൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യമേടോ? ഒരു മകൻ എന്ന രീതിയിൽ ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യം ഉപ്പാന്റെ മുഖം കാണാതിരിക്കലല്ലേ? ജീവിതത്തിൽ ഇതുവരെ വാപ്പാടെ മുഖം കണ്ടിട്ടില്ലാത്ത, ജനിച്ചു കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോ ഉമ്മയുടെ താരാട്ട് നരച്ചു പോയാ, പിന്നെ ഉമ്മാന്റെ താരാട്ടില്ല, ഉമ്മയുടെ മുലപ്പാലില്ല, സ്വന്തം ഉമ്മാന്റെ മുലപ്പാല് കുടിക്കാനില്ലാതെ ഹലീമത്ത് സൈദിയുടെ വീട്ടിൽ പോയി മുലപ്പാല് കുടിച്ച 10ാമത്തെ വയസ്സെത്തുന്നതിന് മുമ്പേ ഒരു നേരത്തെ അന്നം കിട്ടാൻ വേണ്ടി അങ്ങകലെ പോയി ആടുകളെ മേക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട 10 വയസ്സാകുന്നതിന് മുമ്പേ ആടുകളുടെ കാട്ടവും ചാണകവുമായി ജീവിതത്തിൽ അധ്വാനത്തിൽ ജീവിച്ച 25ാമത്തെ വയസ്സിൽ പട്ടിണി കിടക്കാതിരിക്കാൻ ഒരു കച്ചവട സംഘത്തിലെ സെയിൽസ്മാനായി ജോലി ചെയ്ത ആരാണ് എന്റെ ഹബീബ് എന്നറിയോ? 25ാമത്തെ വയസ്സില് മാസങ്ങളോളം കാൽനടയായിട്ട് യാത്ര ചെയ്തൊരു സെയിൽസ്മാനായി ജോലി ചെയ്ത് അവസാനം ജീവിതത്തിന്റെ എല്ലാ ഒറ്റപ്പെടലുകൾക്കും എല്ലാ വേദനകൾക്കും പരിഹാരമായി ആ മക്കയിലെ ഏറ്റവും സുന്ദരിയായ കോടിപതിയായ പെണ്ണിനെ വിവാഹം ചെയ്ത് ജീവിക്കാൻ തുടങ്ങുമ്പോ ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ എന്റെ ഭാര്യയുടെ കബറിലേക്ക് മണ്ണുവാരിയിടേണ്ടി വന്ന ഏറെ സ്നേഹിച്ച ഖദീജ ബീവിയെ കബറടക്കേണ്ടി വന്ന ഒരു ഭർത്താവ് മകനെന്ന രീതിയിലും പിതാവെന്ന രീതിയിലും ഭർത്താവെന്ന രീതിയിലും പരീക്ഷണങ്ങൾ ഏറ്റെടുത്ത അവസാനം എന്നെ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ച
അങ്ങനെ ഒരു സമാധാനത്തോടെ ജീവിക്കുമ്പോൾ സ്വന്തം ഭാര്യയുടെ മേൽ അപവാദം പറയപ്പെട്ട് മദീന എന്ന പെറ്റ നാട്ടിലെ പ്രിയപ്പെട്ട ഭാര്യയുടെ മേൽ അപവാദത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട ആയിഷയെ ആളുകൾ ഇങ്ങനെ നാവ് കൊണ്ട് പിച്ചു ചിന്തുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയുടെ മൂലയിൽ കിടന്ന എന്റെ ഹബീബിനെ നിങ്ങൾക്കറിയോ? ആ ഹബീബ് സ്വന്തം ഭാര്യയുടെ മേൽ അപവാദം പറഞ്ഞു പരത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഒരു പിതാവിന്റെ ഏറ്റവും വലിയ താണി പൊന്നുമോളാണല്ലോ. ആ പൊന്നുമോളുമായി ഹൃദയമായിട്ടൊരു പിതാവിന്റെ ബന്ധമെന്താ? എനിക്കിപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ചെറിയ ഓട്ടമുണ്ട്. ഇവിടെ വന്നിറങ്ങുമ്പോ ഭാര്യ പറഞ്ഞു പ്രിയപ്പെട്ട ഹംദ മോൾക്ക് പനിയാണെന്ന്. അവളുടെ വാക്ക് കേട്ട് സദസ്സിലോട്ട് കയറി ഇവിടെ നിൽക്കുമ്പോ ഇപ്പോഴും എന്റെ മനസ്സിലൊരു പിടച്ചിലുണ്ട് പൊന്നുമോളെ കുറിച്ച്. ഒരു സ്വാർത്ഥനായ പിതാവിന്റെ സ്വാർത്ഥതയാണെങ്കിലും പൊന്നുമോള് സൈനബ് ഒട്ടകപ്പുറത്ത് നിന്ന് മക്കാ ഖുറൈശികളെ ചവിട്ടി വീഴ്ത്തിയിട്ട് ആ പ്രിയപ്പെട്ട സൈനബ് രോഗം ബാധിച്ചിട്ട് കിടന്ന് പൊന്നുമോള് മരണപ്പെട്ടു പോകുന്നത് കണ്ടു നിന്ന പിതാവ് പ്രിയപ്പെട്ട സൈനബ്, ആ സൈനബ് മാത്രമല്ല സൈനബിന് ജനിച്ച മോളും മരണപ്പെട്ട് ജനിച്ച ഉടനെ പൊന്നുമോള് സൈനബിന്റെ പേരക്കുട്ടി വഫാത്തായപ്പോ പേരക്കുട്ടിയെ കബറടക്കി എന്റെ പ്രിയപ്പെട്ട ഹബീബ് അല്പനേരം കഴിഞ്ഞപ്പോ പൊന്നുമോള് സൈനബിനെയും കബറടക്കി ആ മദീന പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്നിട്ട് അല്ലാഹുവേ എന്റെ പൊന്നുമോള് സൈനബ് പാവമാണല്ലോ, അവളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു പോയ നബി മുഹമ്മദ് മുസ്തഫ. പൊന്നുമോൻ ഇബ്രാഹിം കയ്യിൽ കിടന്നു മരിച്ച് ആ ഇബ്രാഹിമിനെ ഖബറടക്കി നബി മുഹമ്മദ് മുസ്തഫ. മക്കക്കാര് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു 10 വർഷം സ്വന്തം നാട്ടിൽ കിടന്നിറങ്ങാൻ അവസരം കിട്ടാതെ വന്നപ്പോ കഴുവാലയത്തിന് മുമ്പിൽ ചീഞ്ഞെളിഞ്ഞ കുടൽമാല കെടുത്തിട്ടപ്പോ മക്കൾ ഓരോരുത്തരായി മരണപ്പെട്ട് കബറടക്കി, ഭാര്യമാരെയും കബറടക്കി. 63 വയസ്സ് വരെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ ഒരു പായ പോലും കിട്ടാതെ मगल तरा तेरी फर्श है वही भूरिया. 3 മാസക്കാലം കാരക്കയിട്ട വെള്ളം കൊണ്ട് വിശപ്പ് സഹിച്ച് അവസാനം പൊന്നുമോള് ഫാത്തിമ വിശക്കുന്നു വാപ്പാന്ന് പറഞ്ഞു മോള് കരയുന്നത് കണ്ടു നിന്നിട്ടും വഫാത്തിന്റെ നേരത്ത് ജൂതന്റെ വീട്ടില് പടയെങ്കിൽ പണയം വെച്ചിട്ടും ജീവിതത്തിൽ ഇത്രയേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നിട്ടും ആരാ വരുത്തിയതാരാ? അല്ലാഹുവിന്റെ തീരുമാനമല്ലേ. ഞാനങ്ങേ കൈവിടില്ലെന്ന് യജമാനൻ പറഞ്ഞിട്ടും ഇത്രയേറെ പരീക്ഷണങ്ങൾ വന്നിട്ടും അവസാനം പറഞ്ഞത് കുറച്ചു നാളെ സുഖിച്ച് ജീവിച്ചു എന്ന് പടച്ചവൻ പറഞ്ഞപ്പോ എനിക്ക് നിന്നെ കാണണം, നിന്റെ അടുക്കലേക്ക് വരണം. ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോവുകയാണ്.